നമസ്കാരം. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്ന ചോദ്യമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശയാത്രകൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് എന്തുകൊണ്ട്? ശബരിമല സ്വർണ്ണക്കടത്ത് കേസിന്റെ നിഴൽ മുൻ മന്ത്രിയെ കുടുക്കുമോ? ഇറ്റലിയിലേക്കുള്ള യാത്രയുടെ യഥാർത്ഥ കാരണമെന്ത്? ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന പശ്ചാത്തലം പരിശോധിച്ചാൽ സംശയങ്ങളുടെ ഒരു നീണ്ട ചങ്ങല തന്നെയാണ്. ശബരിമല വിഷയത്തിൽ കേരളം കത്തിക്കൊണ്ടിരുന്ന കാലത്ത് സർക്കാർ നിലപാടുകൾക്ക് പിന്നിൽ നിന്ന പ്രധാന രാഷ്ട്രീയ മുഖങ്ങളിൽ ഒരാളായിരുന്നു കടകംപള്ളി. പിണറായി വിജയന്റെ വിശ്വസ്ത വൃത്തത്തിലെ ശക്തനായ ഒരു നേതാവ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും സാധാരണ രാഷ്ട്രീയ യാത്രയായി മാത്രം കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന അന്വേഷണ വിവരങ്ങൾ കടകംപള്ളിയുടെ വിദേശ യാത്രകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതു തന്നെ ഗുരുതരമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മന്ത്രിയായിരുന്ന 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അദ്ദേഹം നടത്തിയ 13 വിദേശ സന്ദർശനങ്ങളുടെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. ഇതിൽ 8 യാത്രകൾ ഔദ്യോഗികമായിരുന്നപ്പോൾ 5 എണ്ണം തികച്ചും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നാണ് സൂചന. വിദേശയാത്രകൾക്ക് പുറമെ കടകംപള്ളി നടത്തിയ ബാംഗ്ലൂരു, ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ബാംഗ്ലൂരിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചെന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. കടകംപള്ളിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു. അതിൽ വ്യക്തത വരുത്തുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇനി പോലീസിന്റെ നീക്കം. കടകംപള്ളിയുടെ ഇറ്റലി യാത്ര ഔദ്യോഗികമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ വെള്ളപൂശാൻ സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിലും കടകംപള്ളിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താനാണ് SIT ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ കടകംപള്ളിയെയും പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നും സൂചനയുണ്ട്. അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ആരോപണങ്ങളെല്ലാം കടകംപള്ളി നിഷേധിച്ചതായാണ് വിവരം. ബാംഗ്ലൂരുവിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തികച്ചും വ്യക്തിപരമായ യാത്രയായിരുന്നുവെന്നും പ്രതിയുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പടുത്തിരിക്കെ തന്നെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. തന്റെ വിദേശയാത്രകളെല്ലാം കൃത്യമായ അനുമതിയോടെ നടത്തിയതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസും BJPയും വെവ്വേറെ തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുകൾ കേരളത്തെ പിടിച്ചുലച്ചപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലെ ചില അദൃശ്യ കൈകൾ ചർച്ചയാവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അന്വേഷണ ഏജൻസികൾ സാധാരണയായി വിദേശയാത്രകളിലേക്ക് കണ്ണുവെക്കുന്നത് വെറും കൗതുകത്താലല്ല. സാമ്പത്തിക ഇടപാടുകൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അനധികൃത നെറ്റ്വർക്കുകൾ ഇവയെല്ലാം വിദേശയാത്രകളിലൂടെ തന്നെയാണ് പലപ്പോഴും പുറത്തുവരുന്നത്. അപ്പോൾ കടകംപള്ളിയുടെ യാത്രകൾ പരിശോധിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ അന്വേഷണം ഒരാളെ മാത്രം ചുറ്റിപ്പറ്റിയതല്ല എന്നതാണ് വാസ്തവം. ഇത് പിണറായി വിജയൻ നയിക്കുന്ന ഭരണകൂടത്തിന്റെ മുഴുവൻ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്നു. ശബരിമല സ്വർണ്ണക്കടത്ത് എന്ന പേരിൽ തന്നെ ഗുരുതരമായ ഈ കേസ് മതവിശ്വാസവും രാഷ്ട്രീയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒന്നാണ്. അത്തരമൊരു കേസിൽ മുൻ മന്ത്രിയുടെ പേരും യാത്രകളും ഉയരുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. അധികാരത്തിലുള്ളവർക്കെല്ലാം അനുവദനീയമാകുന്ന ഒരു സംവിധാനമാണോ കേരളം ഭരിക്കുന്നത് എന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്. കടകംപള്ളി ഇറ്റലിയിലേക്ക് പോയത് എന്തിനാണെന്ന ചോദ്യം ആവർത്തിച്ചുയരുമ്പോൾ മറുപടിയായി ലഭിക്കുന്നത് വിശദീകരണങ്ങളല്ല, മറിച്ച് രാഷ്ട്രീയ പ്രതിരോധമാണ്. ഇത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന പതിവ് വാദം. പക്ഷേ രാഷ്ട്രീയ പ്രതികാരമാണെങ്കിൽ പോലും സുതാര്യമായ മറുപടികൾ നൽകാൻ എന്താണ് തടസ്സം? യാത്രയുടെ ഉദ്ദേശം, ചെലവുകൾ, കൂടിക്കാഴ്ചകൾ ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ സംശയങ്ങൾക്ക് വിരാമമാകില്ല. ഇവിടെയാണ് പിണറായി വിജയന്റെ ഉത്തരവാദിത്വം കൂടുതൽ ഗുരുതരമാകുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ മന്ത്രിസഭയിലെ മുൻ അംഗത്തെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മുഖ്യനും കഴിയില്ല. നിശബ്ദത തന്നെ ഒരു രാഷ്ട്രീയ നിലപാടായി മാറുമ്പോൾ അത് സംശയങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോൾ സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുന്നത് ഇവിടെ ന്യായമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന അവകാശമാണ്. കടകംപള്ളിയുടെ വിദേശയാത്രകളും ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായുള്ള ബന്ധവും പൂർണ്ണമായി അന്വേഷിക്കപ്പെടണം. അതിന് രാഷ്ട്രീയ നിറം കൊടുക്കാതെ സത്യത്തിന്റെ വെളിച്ചത്തിൽ എല്ലാം പുറത്തു വരണം. പിണറായി വിജയനും കടകംപള്ളിയും ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നത് അന്വേഷണത്തിന്റെ ഫലമാണ് തീരുമാനിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സത്യം എത്ര കാലം മറച്ചുവെച്ചാലും ഒരിക്കൽ അത് പുറത്തു വരും. അന്നാണ് കേരള രാഷ്ട്രീയം യഥാർത്ഥ പരീക്ഷയെ നേരിടുക.